പ്രതിപക്ഷത്തിനെതിരെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രധാനമന്ത്രി പാർലമെന്റ് ആക്രമണത്തെ പ്രതിപക്ഷം പിന്തുണയ്ക്കുന്നു. അത് അതിക്രമത്തേക്കാൾ ഗൗരവതരം. തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന്റെ സഖ്യം ഇനിയും തകരുമെന്നും മോദി വ്യക്തമാക്കി. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, ഈ പാർലമെന്റ് അതിക്രമവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തെ വലിയ രീതിയിൽ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിച്ചിരിക്കുന്നത്. അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദമാക്കിയത്? സുരേഷ്, പാർലമെന്റിലുണ്ടായ അക്രമവുമായി ബന്ധപ്പെട്ട് ആണ് ഇപ്പോൾ ബി.ജെ.പിയുടെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നത്. പ്രത്യേകിച്ച് പ്രതിപക്ഷം വലിയ രീതിയിൽ ബഹളം ഉണ്ടാക്കിക്കൊണ്ട് സഭ തടസ്സപ്പെടുത്തുവാൻ, ഇരുസഭകളും തടസ്സപ്പെടുത്തുവാനുള്ള ശ്രമം തുടരുന്ന ഒരു പശ്ചാത്തലം. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ബി.ജെ.പിയുടെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിന് അധ്യക്ഷത വഹിച്ചു. അദ്ദേഹം രൂക്ഷമായ വിമർശനമാണ് പ്രതിപക്ഷ സഖ്യത്തിന് നേരെ ഉയർത്തിയത്. പ്രത്യേകിച്ച് ജനാധിപത്യത്തിലും അതേപോലെ തന്നെ ജനാധിപത്യ മൂല്യങ്ങളിലും വിശ്വസിക്കുന്നവർ ഈ ഒരു പാർലമെന്റ് അക്രമത്തെ ന്യായീകരിക്കില്ല എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. എന്നാൽ INDA സഖ്യം, കോൺഗ്രസ് അടക്കമുള്ള INDA സഖ്യത്തിലെ കക്ഷികൾ ഈ ഒരു പാർലമെന്റ് അക്രമത്തെ അതിനെ ന്യായീകരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇത് അപലപനീയമാണെന്നാണ് പ്രധാനമായും പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. മാത്രമല്ല, പാർലമെന്റ് സുരക്ഷാ ലംഘനത്തെ ന്യായീകരിക്കുവാനുള്ള ശ്രമങ്ങൾ, അതിൽ വലിയ ആശങ്ക പ്രധാനമന്ത്രി പ്രകടിപ്പിച്ചു. സംഭവം ആശങ്കാജനകമാണെന്ന് തന്നെയാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. മാത്രമല്ല, ഇത്തരം ഈ പ്രതിപക്ഷ കക്ഷികൾ പരസ്യമായി ഇതിനെ പിന്തുണച്ച് എത്തുന്നത് അത് രാജ്യത്തിന്റെ മൂല്യങ്ങൾക്ക് ഇടിവ് സംഭവിക്കുവാനുള്ള കാരണമാകുമെന്നും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. മാത്രമല്ല, ഈ ജനാധിപത്യപരമായി അധികാരത്തിലേറിയ BJP സർക്കാരിനെ താഴെയിടുവാൻ വേണ്ടിയാണ് ഈ പ്രതിപക്ഷ കക്ഷികൾ ശ്രമിക്കുന്നത്. എന്നാൽ ഈ സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷം നടത്തുന്ന പെരുമാറ്റം അല്ലെങ്കിൽ പെരുമാറ്റ ദൂഷ്യം അത് അവരുടെ തന്നെ നാശത്തിന് കാരണമാകുമെന്നാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. മാത്രമല്ല, വരുന്ന തെരഞ്ഞെടുപ്പിൽ അവരുടെ അംഗങ്ങൾ വലിയ രീതിയിലുള്ള ഒരു കുറവ് അനുഭവപ്പെടുവാനും ഈ ഒരു പെരുമാറ്റ ദൂഷ്യം കാരണമാകുമെന്നും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. മാത്രമല്ല, BJP MPമാരോട് അദ്ദേഹം സൂചിപ്പിച്ചത്, ഇങ്ങനെ വളരെ പ്രകോപനപരമായി പ്രതിപക്ഷ അംഗങ്ങൾ അവിടെ ഈ സഭ തടസ്സപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ അതിനെ സഭ്യമായ ഭാഷയിലും അതിനെ മാന്യമായ രീതിയിലും വേണം അതിനോട് പ്രതികരിക്കാനെന്നാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. സുരേഷ്, ഡൽഹിയിൽ നിന്നും നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത്.